സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ നിർമ്മിച്ച എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ സൈറ്റ് വിസിറ്റ് നടത്തുകയാണ്. അതിൽ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവരും എഞ്ചിനീയറിംഗ് വിഭാഗവും കോർപ്പറേഷൻ സെക്രട്ടറി അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ സ്മാർട്ട് സിറ്റിയുടെ ഉദ്യോഗസ്ഥർ എഞ്ചിനീയർമാർ ഉൾപ്പെടെയാണ് പോകുന്നത്. ഒന്നോ രണ്ടോ പേർ പോയി കണ്ടിട്ട് കേട്ടിട്ട് വരികയല്ല. ഒരു ടീം മുഴുവനും പോയിട്ട് തീരുമാനമെടുക്കുന്ന ഒരു ടീം മുഴുവനും പോയിട്ട് കാര്യങ്ങൾ കേട്ട് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കി അതിന് ശേഷം വന്ന് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനമെടുത്ത് ഈ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പാളയം മാർക്കറ്റ് ഞങ്ങൾ വിശദമായ സന്ദർശനം നടത്തി തുടർ നടപടികളുണ്ടാവും. അതിനുശേഷം ഈ മ്യൂസിയം ഭാഗത്ത് കടകൾ നിർമ്മിച്ചിട്ടുണ്ട്. 9 കോടി രൂപയാണ് ചിലവാക്കിയിട്ടുള്ളത്. എല്ലാ കടയും അടഞ്ഞു കിടക്കുകയാണ്. 3-4 വർഷമായി കട എടുത്തവർക്കൊന്നും തന്നെ കച്ചവടം നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള ടൂറിസ്റ്റുകൾ വരുന്ന തിരുവനന്തപുരത്തെ സ്ഥലമാണ്. എന്നാൽ എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയാണ് നോക്കുകുത്തികൾ പോലെ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾ പഠിച്ചു. അത് പരിഹരിക്കുന്നതിൻ്റെ മാർഗ്ഗമായിട്ട് ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഈ കടക്കാരുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കും, ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ പരിഹരിക്കും കാര്യം. അല്ല, അതൊക്കെ അന്ന് ഭരിച്ചവരോന്നും അന്ന് എഞ്ചിനീയറിംഗ് പ്ലാൻ അപ്രൂവൽ കൊടുത്തോടൊക്കെ ചോദിക്കണം. അതൊക്കെ തെറ്റായിരുന്നുകൊണ്ടാണല്ലോ ജനങ്ങൾ ഭരണസമിതി തന്നെ മാറ്റിയത്. അപ്പോൾ ഞങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം സാധ്യമായ വേഗത്തിൽ സാധ്യമായ പരിഹാരം കണ്ടെത്തുവാനാണ്. എന്തായാലും നിർമ്മാണം നടത്തിയപ്പോൾ എവിടെയൊക്കെ അശാസ്ത്രീയമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നോട്ടക്കുറവിട്ടുണ്ട്, അല്ലെങ്കിൽ കെയർലെസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മളൊരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ പ്ലാനിൽ വരയ്ക്കുന്നതിലപ്പുറം അത് ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേക്കും ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ആ പ്രദേശത്ത് ഉണ്ടാക്കുന്ന ഗുണപരമായ കാര്യങ്ങൾ അതുകൂടി ചർച്ച ചെയ്യുക, അതുകൂടി ദീർഘവീക്ഷണത്തോടെ കണ്ടാൽ മാത്രമേ അതൊക്കെ തന്നെ സമൂഹത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ. എവിടെയൊക്കെ അതില്ലാത്ത പാകപ്പിഴകൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് തിരുത്തുവാനുള്ള നടപടിയെല്ലാം ഈ ഭരണസമിതി. ഇതിനെങ്ങനെയാണ് പെർമിഷൻ കൊടുക്കുന്നത് ഈ ഒരു സംഭവത്തിൽ? അല്ല, അത് ഫിറ്റ്നസ്സൊക്കെ വാങ്ങിയിട്ട് നിയമപരമായിട്ടെല്ലാം സാങ്ഷൻ ആയി കഴിഞ്ഞാൽ പെർമിഷൻ കൊടുക്കും. ഇതിപ്പം ബാക്ക് ഫയലൊക്കെ എടുത്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഭരണസമിതി മുമ്പുണ്ടായതാണ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് കുറേ പേരെ അക്കോർഡേറ്റുള്ള ഒരു ലിസ്റ്റ് എടുത്തു. അന്നത്തെ സാഹചര്യം വെച്ചായിരിക്കും അവർ ലിസ്റ്റ് എടുത്തു. അത്രയും പേർക്ക് കട കിട്ടണം. അപ്പോൾ അതിനെ ഉള്ള സ്ഥലത്ത് തന്നെ 2-3 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോഴേക്കും നിന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥയായി. പണം അത്രയും ഒഴുകി പോവുകയും ചെയ്തു. ആൾക്കാരും കട എടുത്തിട്ട് ബിസിനസ്സിന് വരുന്നില്ല. കോർപ്പറേഷൻ ഇത്രയും കാലമായിട്ട് ഒരു വാടക കിട്ടിയിട്ടുമില്ല. ജനങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുമില്ല. അപ്പോൾ അതിനെങ്ങനെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെങ്ങനെ പരിഹരിക്കാമെന്നുള്ള മാർഗ്ഗം ഞങ്ങൾ കണ്ടെത്തും.